നമുക്കിന്നേ അച്ചപ്പം ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ കണ്ണൊന്ന് ശ്രദ്ധിച്ചാ. ഇന്നലെ ഒന്ന് ചൊറിഞ്ഞതാണ് കേട്ടോ, ഈ പരുവത്തിലായി. ഞങ്ങൾ ഇവിടെ ക്രിസ്മസ് വരുമ്പോഴാണ് കേട്ടോ അച്ചപ്പം, പണിയാരം, അവലോസുണ്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണത്. അതും ഞങ്ങൾ മൈദ കൊണ്ടിട്ടാണ് കേട്ടോ ഈ അച്ചപ്പം ഉണ്ടാക്കണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 കോഴിമുട്ട, ഒരു 3/4 ഗ്ലാസോളം പഞ്ചസാര എടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ അടിച്ച് പതപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 1 തേങ്ങയുടെ പാലാണേ. അപ്പോൾ ദേ 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദക്കകത്തോട്ട് ഒരു 1/2 ഗ്ലാസോളം അരിപ്പൊടി, വറുക്കാത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം അടിച്ച് പതപ്പിച്ച് വെച്ച മുട്ടയുടെ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എള്ള്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ച് നല്ലതുപോലെ കലക്കിയെടുക്കാം കേട്ടോ പൊടി. അധികം ലൂസും അല്ല അധികം കട്ടിയുമല്ലാത്ത പരുവത്തിലെടുക്കാവേ. ഇനി നമുക്ക് ചീനച്ചട്ടി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ എണ്ണയിലോട്ട് ആദ്യം തന്നെ അച്ചൊന്ന് മുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടിയിലോട്ട് ഇടുമ്പോഴത്തേക്കും പൊടി അച്ചിൽ പിടിക്കാതെ ആവും. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ വറുത്തെടുക്കേണ്ട. അപ്പോൾ ഓരോന്ന് വറുത്ത് മാറ്റുമ്പോഴത്തേക്കും നമ്മൾ അച്ചപ്പത്തിൻ്റെ അച്ചും കൂടെ ഒന്ന് ആ ചൂടെണ്ണയിലോട്ട് മുക്കിയിട്ട് വേണം പൊടിയിലോട്ട് മുക്കാനിട്ട്. അപ്പോൾ ഞാൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര ഉള്ളൂ കേട്ടോ.